നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ ഉള്ളില് ഒരു സ്റ്റോറി പുറത്തു വിട്ടിരുന്നു. നമ്മുടെ രൺദീപ് വാര്യർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം വാര്യരുടെ ഒരു സ്റ്റോറി, ഒരു സിനിമക്കാർക്കൊക്കെ പറ്റുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ആ സ്റ്റോറി ഏകദേശം 10 ലക്ഷത്തിന്റെ അടുത്ത്, അതല്ലെങ്കിൽ 10 ലക്ഷത്തിന് മേലെ ആളുകൾ കണ്ടു എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ സ്റ്റോറിയുടെ രണ്ടാം ഭാഗം ചോദിച്ചുകൊണ്ടൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ രണ്ടാം ഭാഗമൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഒന്നുകൂടി ഈ സ്റ്റോറിയുടെ കുറച്ച് കണ്ടന്റ് കൂടി നമ്മൾ എഴുതി ചേർക്കുന്നുണ്ട്, വ്യക്തത വരാൻ വേണ്ടി. കാരണം നമ്മുടെ രൺദീപ് വാര്യർ, നമ്മുടെ വാര്യർ എന്ന് പറയുന്ന നായകൻ, ആ നായകന്റെ സ്വഭാവ ഹത്യ, അതല്ലെങ്കിൽ സ്വഭാവ വൈകൃതം, ഹത്യയല്ല, സ്വഭാവ വൈകൃതം, ഈ നായകന്റെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ മാന്യ പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. കൂടുതൽ എപ്പിസോഡുകൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് അതിനു മുൻപ് നമുക്ക് 2 ദിവസം കഴിഞ്ഞ ഒരു പുതിയൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് ആ ഒരു ലക്ഷ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ, പാലക്കാട് എന്ന് പറയുന്ന ജില്ല, അവിടെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ഇത്തരത്തിലുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള വാര്യരുടെ കേളികൾ, വാര്യരുടെ കാമ കേളികൾ എന്നുള്ളതിന്റെ തന്നെ വീഡിയോ ദൃശ്യവൽക്കരണം തന്നെ നമ്മൾ പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ചെറിയൊരു തെളിവ് എന്ന അടിസ്ഥാനത്തിൽ ചെറിയൊരു അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. കാരണം കൂടുതൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ തെളിവുണ്ടോ എന്നുള്ളത്. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു ആശുപത്രി കിടക്കയിൽ ഒരാൾ കിടക്കുകയാണ്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്നതിന്റെ കാൽഭാഗത്തായിട്ട് ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ മുഖമൊക്കെ ഞാൻ ബ്ലർ ചെയ്തത് ഒന്നുകൊണ്ടല്ല, അവരോട് നമുക്കൊരു മാന്യതയുണ്ടല്ലോ. നമ്മുടെ വീട്ടിലുള്ള ഒരു സഹോദരിക്കാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആ ഒരു അവസ്ഥ അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ ബ്ലർ ചെയ്തിരിക്കുന്നത്. ഒരാള് മലർന്ന് കിടക്കുന്നുണ്ട്, അയാളുടെ ഇടത് കാൽ ഒടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാസ്റ്റർ ഇട്ടതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഹോസ്പിറ്റലിലെ ബെഡിലാണ് ഇരിക്കുന്നത്. ഇത് മറ്റാരുമല്ല, നമ്മുടെ വാര്യർ തന്നെയാണ്. നമ്മുടെ കഥയിലെ രൺദീപ് വാര്യർ എന്ന് പറയുന്ന നായകൻ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ ഈ നായകൻ നമ്മുടെ ഈ സിനിമയില് ഇങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്നത് മറ്റൊന്നും കൊണ്ടും ആയിരുന്നില്ല. തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ ഈ കഥയിലെ നായിക എന്ന് പറയാൻ പറ്റില്ല, പ്രതിനായിക, അതായത് നായകൻ ബ്ലാക്ക് ഷൂട്ട്, അതല്ലെങ്കിൽ മോശമായ രീതിയിൽ അവന്റെ വൈകൃതങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്, വൈകൃതമൊക്കെ ഉണ്ട് നമ്മുടെ ഈ കഥാപാത്രമായിട്ടുള്ള വാര്യർക്ക്. അങ്ങനെ വാര്യർ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഈ വാര്യരെ നിയോഗിക്കപ്പെടുന്നു. അത്തരത്തിൽ വാര്യർ തൃശ്ശൂരിൽ ഈ സ്ത്രീയുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ആ ഫ്ലാറ്റിൽ, വലിയൊരു ഫ്ലാറ്റിലാണ് ഈ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും ഒക്കെ ജീവിക്കുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെന്ന് ക്ഷണിച്ചത്. അപ്പോൾ ഇയാൾ അവിടെ ചെല്ലുന്നു. പക്ഷെ പിന്നീട് ഇയാൾ ചെല്ലുന്നത് രാത്രിയായി മാറുന്നു നമ്മുടെ കഥാനായകൻ. അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് ഇയാൾ വഴിവിട്ട ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ആ സ്ത്രീയുടെ പേര് നമ്മൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ആരതി നായർ എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. തൃശ്ശൂർ ജില്ലയിലെ വലിയ രാഷ്ട്രീയ കൊണാണ്ടറൊക്കെയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ആരതി നായർ. ഇവനെ മാത്രം നമ്മൾ ഇങ്ങനെ പറയുന്നില്ല. ആരതി നായരും ഒരു ഗംഭീര സ്വഭാവ വൈകൃതത്തിന് ആയതുകൊണ്ടാണല്ലോ നമ്മുടെ വാര്യരുടെ വലയിൽ, അതല്ലെങ്കിൽ വാര്യർക്ക് വേണ്ടി അവർ പാവിരിച്ചു കൊടുത്തത് എന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ കഥയിലെ വാര്യർ അവിടെ ഇങ്ങനെ ഉല്ലസിച്ച് കാമ കേളികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ത്രീയുടെ ഭർത്താവും, നമ്മുടെ പ്രതിനായികയായിട്ടുള്ള ഈ സ്ത്രീയുടെ ഭർത്താവും കൂട്ടരും തൃശ്ശൂരിലുള്ള നാട്ടുകാരും ഒക്കെ ഈ ഫ്ലാറ്റ് വളഞ്ഞുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ വാര്യരെ വാരി വലിച്ചിട്ടടിക്കുന്നു. അതിന്റെ വീഡിയോ ഒക്കെ പലരും മൊബൈൽ പോക്കറ്റിൽ വെച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ കഥയുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് കൂടുതൽ കൊണ്ടുവരും. അത്തരത്തിൽ ഇങ്ങനെ ഇവന്റെ കാല് അടിച്ചൊടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന ഈ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന നമ്മുടെ വാര്യർ പിന്നീട് നമ്മുടെ ഈ കഥയിലെ നായകൻ തനിക്ക് തന്റെ കാലൊടിഞ്ഞു, ബാത്റൂമിൽ തെന്നി വീണിട്ടാണ് കാലൊടിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ കൃത്യമായിട്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇതിന്റെ നമ്മുടെ കഥയിലെ നായകനെ കൊണ്ട് നമ്മൾ അങ്ങനെ പറയിപ്പിച്ചതാണ്. കാരണം കഥയിലെ നായകൻ വലിയ രാഷ്ട്രീയ കോമരം, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിബിംബം, രാഷ്ട്രീയ
രാഷ്ട്രീയ നായകനൊക്കെ ആയതുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്ന് കരുതിക്കൊണ്ട് ഇയാൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും ഇയാളുടെ ഈ കള്ളത്തരത്തിന്, ഈ നുണയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കേണ്ടി വരുന്നു. കാരണം പെട്ടെന്ന് ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ പെണ്ണ് കേസില് അടികിട്ടി അങ്ങനെ കാലൊടിഞ്ഞു ആശുപത്രിയിലായി എന്നൊക്കെ കേൾക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വരുന്ന ഒരു അപജയമുണ്ടല്ലോ, ഇത്രയും പെട്ടെന്ന് വളർത്തിയെടുത്തൊരു നേതാവായതുകൊണ്ട് തന്നെ, അത്തരത്തിൽ അങ്ങനത്തെ ഒരു നേതാവായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഇയാളെ തള്ളി പറയാൻ പാർട്ടിക്ക് പറ്റാതെ വരുന്നു. പിന്നെ പിന്നെ ഇയാളുടെ വൈകൃതങ്ങൾ മറ്റു മേഖലകളിലേക്കൊക്കെ നീങ്ങുകയാണ്. അവസാനം ഇയാളെ കുറിച്ചുള്ള തെളിവ് സഹിതമുള്ള രേഖകൾ ഇയാൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ കേന്ദ്രത്തിന് കിട്ടുന്നു. ആ കേന്ദ്രം കൃത്യമായിട്ട് തെളിവ് സഹിതം ഇയാളെ പുറത്താക്കുന്നു. നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇവന്റെ ഈ പെൺവിഷയം തന്നെയാണ്, ഈ കാമകേളി വിഷയം തന്നെയാണ് നമ്മുടെ ഈ സിനിമയിലെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ കഥയിലെ ഈ നായകന്റെ വിഷയം നമ്മൾ എടുത്തു പറയേണ്ടത്. ഇവന്റെ ആ താഴെ നിൽക്കുന്ന ആ ഒരു ചുവന്ന ഷാളിട്ട ഒരു സ്ത്രീ, അതിന് തൊട്ടപ്പുറത്ത് ഒരു മോൻ നിൽക്കുന്നുണ്ട്. ഇത് ഈ ചങ്ങാതിയുടെ സ്വന്തം ഭാര്യയും കുട്ടിയുമാണ് നമ്മുടെ കഥാനായകന്റെ. അത്തരത്തിലുള്ള ആ കുട്ടിയും ആ സ്ത്രീയും ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള വേദന എത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കും. ഇവന്റെ ബാത്റൂമിൽ തെന്നി വീണതാണ് എന്ന കഥയൊക്കെ ചിലപ്പോൾ ആ സ്ത്രീ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. അതും നമ്മുടെ വാര്യർ എന്ന് പറയുന്ന വലിയ കുലമഹിമയൊക്കെ പ്രകടിപ്പിക്കുന്ന, ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ആ കുലത്തിൽപ്പെട്ട ഒരുത്തനാണ് ഇങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി രണ്ട് ദമ്പതികളുടെ ഇടയിലേക്ക് ചെല്ലുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു? ആ സ്ത്രീയെ വശീകരിച്ചെടുക്കുന്നു. ആ സ്ത്രീയെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ഇവൻ അത്ര കണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും രാഷ്ട്രീയ മേഖലയിലും ഒക്കെ ഉയർന്ന തലത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ സ്ത്രീയും ചിലപ്പോൾ അവരുടെ ആ ഒരു ദൗർബല്യം കൊണ്ട് വീണു പോയതായിരിക്കാം. എന്തായാലും ഈ ഫോട്ടോ നമ്മളിവിടെ കാണിച്ചത് നമ്മുടെ കഥയിലെ ഒരു ട്വിസ്റ്റ്, അതല്ലെങ്കിൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇനി നമ്മുടെ കഥയിലെ ഈ നായകന്റെ മറ്റു കുറച്ച് വൈകൃതങ്ങൾ കൂടി നമ്മളോട് പരിശോധിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, രാജ്യം നിരോധിച്ച ഒരു മുസ്ലിം സംഘടനയുണ്ട് ഈ കഴിഞ്ഞ വർഷത്ത്. ആ നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ ആളുകളുമായിട്ട് നമ്മുടെ കഥാനായകൻ വാര്യർ വിദേശത്ത് വെച്ച് ചർച്ച നടത്തുന്നു. അങ്ങനെ വിദേശത്ത് വെച്ച് ചർച്ച നടത്തിയതിന്റെ തെളിവ് സഹിതം കേന്ദ്രത്തിന് കിട്ടുന്നു. മാത്രമല്ല ഇവിടെ ഈ നമ്മുടെ രണ്ട് ജില്ലകൾ, മലപ്പുറം ജില്ല, നമ്മുടെ കഥാനായകന്റെ ജില്ല പാലക്കാട് ജില്ലയാണെങ്കിലും മലപ്പുറം ജില്ലയുടെ ബോർഡർ ആണ് ഇയാളുടെ കറക്റ്റ് പ്ലേസ്. അത്തരത്തിൽ ഈ മലപ്പുറം ജില്ലയിലെ ഒരുപാട് മണ്ണ് മാഫിയ, ക്വാറി മാഫിയ, ഇത്തരത്തിൽ അതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഇവൻ കൂട്ടുകച്ചവടം നടത്തുന്നു. അതിന്റെ തെളിവ് സഹിതം നമ്മുടെ കേന്ദ്രത്തിന് കിട്ടുന്നു. ഇനി അതുമല്ല, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മറ്റൊന്നാണ് ഹലാൽ എന്ന് പറയുന്ന വിഷയം, ഹലാൽ നോൺ ഹലാൽ വിഷയം. എന്താണ് ഹലാൽ എന്നുള്ളത്? മുസ്ലിങ്ങൾ അവരുടെ എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം എത്രയും പെട്ടെന്ന് വിറ്റ് പോകാനും നല്ല കച്ചവടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ മന്ത്രം ചൊല്ലി എന്ന് പറയുന്ന മൂന്നോ നാലോ തുപ്പൊക്കെ തുപ്പുന്ന രീതിയിലുള്ള ഈ തുപ്പൽ ഗ്ലാസ്സിൽ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലെ ഭക്ഷണത്തിൽ ചേർക്കുന്ന ആ രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ ഒരു രീതി ഒരിക്കലും ഭക്ഷണത്തിൽ തുപ്പിക്കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഹലാലാക്കുന്നത് വൃത്തികേടാണ്. ഇത് അണുവികിരണത്തിന്, അതല്ലെങ്കിൽ അണുക്കളുടെ ആ ഒരു മറ്റാളുകളിലേക്ക് പകരുന്നതിന്, രോഗം പകരുന്നതിനൊക്കെ കാരണമാവും. ഇത്തരത്തിൽ തുപ്പിക്കൊണ്ടല്ല പണം തന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ നോൺ ഹലാലിന്റെ ആ ഹലാൽ വിഷയം നമ്മൾ എടുത്തിരുന്നു. അത്തരത്തിൽ ഈ ഹലാൽ എന്ന് പറയുന്ന ഈ തുപ്പൽ വിദ്യ, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കഥാനായകനായിട്ടുള്ള രൺദീപ് വാര്യർ കാശ് വാങ്ങുന്നു. ഇങ്ങനെ കാശ് വാങ്ങിയ വാര്യർ കൃത്യമായിട്ട് പല ഇത്തരത്തിലുള്ള ഹോട്ടലുകളുടെയും പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, അതിനെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ഹലാൽ ഫുഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇത്ര കണ്ട് ഈ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉദിച്ചുയർന്ന, സോഷ്യൽ മീഡിയയിലും മറ്റും നല്ല സ്വാധീനം ചെലുത്താൻ പറ്റുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള വാര്യർ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ ഹലാൽ നോൺ ഹലാൽ വിഷയത്തിൽ ഈ നോൺ ഹലാൽ വിഭാഗത്തെ തകർക്കുന്ന രീതിയിൽ, സ്വന്തം കൂടപ്പിറപ്പുകളെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെയും റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് കിട്ടുന്നു. ഇത്തരത്തിൽ ഒരുപാട് ബന്ധങ്ങൾ, മാത്രമല്ല ഞാൻ ഈ ഫോട്ടോ ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ കഥാനായകന് തൃശ്ശൂരിലെ ഫ്ളാറ്റിൽ വെച്ചുകൊണ്ട് പെണ്ണ് പിടിക്കാൻ പോയ സമയത്ത് നാറ്റക്കേസിൽ കിട്ടിയ അടി, ആ മുട്ടുംകാല് തല്ലി ഒടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ മുട്ടുംകാല് തല്ലി ഒടിച്ച് കിടക്കണ കിടപ്പ് കണ്ടോ? അല്ലാണ്ട് ഇവന്റെ നമ്മുടെ കഥാനായകന്റെ അച്ഛൻപിടി പട്ടാളക്കാരനായിരുന്നു. 2-3 യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത മഹാനായ പട്ടാളക്കാരനായിരുന്നു. ഈ പട്ടാളക്കാരന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തതിന് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ പങ്കെടുത്തോണ്ട് കിട്ടുന്നതിന് നല്ലത്. ഇത് തൃശ്ശൂരിൽ അവൻ വെടിവെക്കാൻ പോയ സമയത്ത് കിട്ടിയ, കാമകേളിക്ക് വേണ്ടി ചെന്ന സമയത്ത് കിട്ടിയ കിട്ടലാണ്. നാട്ടുകാർ തല്ലി ഒടിച്ചതാണ്, അല്ലാതെ ബാത്റൂമിൽ വീണ് കിട്ടിയതല്ല
നമ്മുടെ കഥാനായകന്റെ ആ വൈകൃതം കാണിക്കാനാണ് ഈ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത്. ഇനി ഇത് ഞാനാണ്, ഇത് എന്നെ കുറിച്ച് തന്നെയാണ്, ഇത് എന്റെ കഥയാണ് എന്നും പറഞ്ഞ് ആരെങ്കിലും രംഗത്ത് വന്നാൽ അതിന് ഞാനോ നമ്മുടെ ചാനലോ ഉത്തരവാദിയല്ല എന്ന ഡിസ്ക്ലൈമറോട് കൂടി തന്നെ കൂടുതൽ വാർത്തകൾ നമ്മുടെ അതല്ലെങ്കിൽ കൂടുതൽ ഈ കഥയിലെ സ്റ്റോറിയുമായിട്ട് നമ്മൾ അപ്ഡേഷൻ നടത്തുന്നതായിരിക്കും. അത്തരത്തിൽ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് മാന്യ പ്രേക്ഷകരുടെ പങ്കാളിത്തം മാക്സിമം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.